ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 kg ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എൻഗേജ്മെൻറ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഞാൻ താഴത്തെ കേക്കാണെങ്കിൽ 9 ഇഞ്ചിലും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മേളത്തെ കേക്കാണെങ്കിൽ ഞാൻ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ 9 ഇഞ്ച് കേക്കിലാണെങ്കിൽ 2 വട്ടം ബേക്ക് ചെയ്തായിരുന്നു. പിന്നെ 7 ഇഞ്ച് കേക്കിലും ടിന്നിലും 2 വട്ടം ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെയാണ് നമ്മൾ കേക്ക് സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് 3 ലെയേഴ്സോ 4 ലെയേഴ്സ് എങ്ങനെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് തിക്നെസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ആണെങ്കിൽ താഴത്തെ 2 kg കേക്ക് അധികം സ്പഞ്ച് റെഡിയാക്കില്ല, 4 ലെയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണെങ്കിൽ മേളത്തെ 1 kg ഞാൻ ബേക്ക് ചെയ്യാൻ 2 ലെയർ, അങ്ങനെ ടോട്ടൽ താഴെ 5 ലെയർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മേളത്തെ നമ്മളാണെങ്കിൽ 6 ലെയറാണ് വെച്ചേക്കുന്നത് കേട്ടോ. 1 kg ബേക്ക് ചെയ്തിട്ട് അങ്ങനെ 6 ലെയറായിട്ട് ഞാനാണെങ്കിൽ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷുഗർ സിറപ്പിനകത്താണെങ്കിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ റെഡിയാക്കി വെച്ചില്ല, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റിച്ചായിട്ട് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ ക്രീമിനകത്ത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മേളിൽ കൂടെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്കാണെങ്കിൽ എല്ലാ ലെയേഴ്സും റെഡിയാക്കി പിന്നെ എല്ലാത്തിനകത്തും നമ്മൾ സ്ക്വയർ ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നല്ലതായിട്ട് ഹൈറ്റായിട്ട് വരുന്ന കേക്ക് അല്ലയോ, അപ്പം പെട്ടെന്ന് വീഴാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ, സ്ലിപ്പാവാനാണുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്ക്വയർ 2-3 വെച്ച് നമ്മൾ റെഡിയാക്കി കൊടുക്കണം. പിന്നെ നമ്മളാണിത് ഇതുപോലെ ആദ്യം അവർക്കൊരു റെഡ് കളർ, ഒരു പ്രത്യേക റെഡ് കളറായിരുന്നു അവർക്ക് വേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്കാണെങ്കിൽ ആദ്യം ലൈറ്റായിട്ടൊരു റെഡ് കളറും കൊണ്ട് നമ്മൾ ക്രീം ഐസിങ് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി റെഡ് കളർ ചെയ്ത് നമ്മൾ ക്രീമിനകത്ത് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട കളർ നമുക്ക് ഡ്രസ്സിൻ്റെ മാച്ചായിട്ടുള്ള കളർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യം പിന്നെ അതിനെല്ലാം ഒരു ബിറ്റർ ടേസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ലൈറ്റായിട്ടുള്ള നമ്മൾ ഷെയ്ഡ് മേളിൽ കൊടുക്കുക. പിന്നെ കുറേശ്ശെ ബാക്കിയുള്ള ക്രീമിനകത്തും കുറച്ച് എക്സ്ട്രാ കളർ ആഡ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഡാർക്ക് കളർ കുറച്ച് കനം കുറച്ച് നമുക്ക് പെരട്ടിയാൽ മതി കേട്ടോ. അപ്പം നല്ല ഡാർക്കിഷ് കളർ കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ശരീരത്തിനകത്ത് ഒത്തിരി കളർ നമുക്ക് പോകത്തുമില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഞാൻ ഓവർനൈറ്റ് വേണ്ടി സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിറ്റേ ദിവസം സ്റ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓരോ കേക്ക് റെഡിയാവുന്നതനുസരിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കും. എന്നിട്ട് അടുത്ത കേക്ക് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് അതുപോലെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അവരുടെ ഡ്രസ്സിൻ്റെ കളറാണെങ്കിൽ ബ്രിക്ക് റെഡ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കളർ റെഡിയാക്കുന്നത്. ഒരു 5-6 ഡ്രോപ്പ് ഞാൻ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ഡ്രോപ്പ് ബ്ലൂ കളറും 2 ഡ്രോപ്പ് യെല്ലോ കളറും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതുപോലെ ഡാർക്കിഷ് കളർ കിട്ടും. കുറച്ച് ക്രീമിനകത്തേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡാർക്കിഷ് കളർ കിട്ടും. അപ്പോൾ അതനുസരിച്ച് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതനുസരിച്ച് ലൈറ്റായിട്ട് പെരട്ടി കൊടുത്ത് നന്നായിട്ട് സ്ക്രാപ്പറിനകം കൊണ്ട് നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുക, നല്ലതായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ മേളിലാണെങ്കിൽ ഫോൾട്ട് ലൈൻ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. താഴത്തെ കേക്കിനകത്താണെങ്കിൽ താഴെയാണ് ഫോൾട്ട് ലൈൻ വരുന്നത്, മേളത്തെ കേക്കിൽ മേളെയാണ് ഫോൾട്ട് ലൈൻ വരുന്നത്. അതാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ. പെണ്ണിൻ്റെ ഡ്രസ്സാണെങ്കിൽ ഇതുപോലെ ബ്രിക്ക് റെഡ് കളറും പിന്നെ ചെറുക്കൻ്റെ ആണെങ്കിൽ ഡ്രസ്സിൻ്റെ കളറും ഒരു ഓഫ് വൈറ്റ് കളറും അങ്ങനെയാണ് കേട്ടോ. അപ്പം ക്രീമിനകത്താണെങ്കിൽ ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഫോൾട്ട് ലൈൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഐസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓവർനൈറ്റിന് വേണ്ടി സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അത് എപ്പോഴും നമുക്ക് ഡെലിവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ താഴത്തെ കേക്കിന് വെയിറ്റ് ഒത്തിരി ആയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകാനുള്ള ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് അതിൻ്റെ 1 മണിക്കൂർ മുന്നേ നമ്മളിത് റെഡിയാക്കി എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഓവർനൈറ്റ് വേണ്ടി ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മേളിൽ ഇതുപോലെ പാലറ്റ് നൈഫ് ഒരു ഡിസൈനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇതാണെങ്കിൽ 2 kg കേക്കില്ലേ മേളിൽ വരുന്നത്. ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഹസ്ബൻഡും മോളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പതുക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലാതെ ആർക്കും ഇതുപോലെ വയ്ക്കാൻ അറിയത്തില്ല കേട്ടോ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ തന്നെ ഉള്ളൂ എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേളിയും താഴെ വരെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ സ്ക്വയറും വെച്ച് കൊടുക്കണം, ടൈറ്റായിട്ടിരിക്കാൻ, നല്ല ഇതായിട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവരുടെ ഡ്രസ്സിൻ്റെ മാച്ചിങ് തന്നെ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. മേളിൽ ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞ ടോപ്പർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ചെറുതും വലുതും കുറച്ച് പേൾസ് നമുക്ക് വൈറ്റ് കളറിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ